ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. ഞാൻ ഇന്നിവിടെ കിച്ചണിൽ ഇരുന്നിട്ട് ഈ ഉള്ളി നന്നാക്കുന്നത് കണ്ടപ്പോഴും മനസ്സിലായിരുന്നു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ അമ്മയുടെ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, സാധാ തേക്കണം അതൊക്കെ. ഇനിയിപ്പോൾ മുപ്പളവിടെ ഉള്ളി നന്നാക്കുന്ന പരിപാടിയാണ്. സവാള നന്നാക്കുന്നുണ്ട്, കൂടെ ഫോൺ കോളും ഉണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ നന്നാക്കിയത്. പിന്നെ അതേ കപ്പ, ഇത്രയും കപ്പയാണ്. ഇത് ശരിക്കും മതിയാവില്ലെന്നൊന്നും അറിയില്ല. ഞങ്ങളിപ്പോൾ സാധനം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അളവൊന്നും അറിയില്ല, എന്നാലും ഉണ്ടാക്കാം. പിന്നെ ഇതേ മാങ്ങയും ചക്കയൊക്കെ സീസണല്ല. അപ്പോൾ അതേ ഓരോ തുണ്ടൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരെണ്ണത് നാശമായിപ്പോൾ ഇന്നും എടുക്കാൻ പറ്റില്ല. ഇത് ഇന്നലെ മാമൻ്റെ കൂടെ പോയി ഇപ്പോൾ കൊടുക്കുന്നതാണ് മാങ്ങ. മാങ്ങയല്ല, ചക്ക. ഇന്ന് കാലത്തെ എലശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനും കൊള്ളിയും കൂടെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കൊള്ളി അല്ലെങ്കിൽ കൊള്ളിയും ചിക്കനും എന്നല്ലേ പറയാൻ വിചാരിച്ചു പേര്. പക്ഷേ ഞാൻ യൂട്യൂബിൽ കുറേ പേരുണ്ടാക്കിയിട്ട് കാണുമ്പോഴൊക്കെ കപ്പ ബിരിയാണി എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞിരുന്നത്. അപ്പോൾ വിചാരിച്ചു കപ്പ ബിരിയാണി തന്നെ ആക്കാമെന്ന്. അതിന് നല്ല കൊള്ളിയും കിട്ടണം കേട്ടോ. നല്ല നൂറുള്ള കൊള്ളിയാവണം. അപ്പോൾ അച്ഛൻ നല്ല കൊള്ളീനെ നോക്കി വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അനിയൻ്റെ കൂടെ പുറത്ത് പോയപ്പോൾ ഇതേപോലെ കപ്പയും ചിക്കനല്ല ബീഫും ആയിരുന്നു ഇതേപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്ന് വീട്ടിലൊരു ദിവസം ഉണ്ടാക്കാമല്ലോ എന്ന്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 3 കിലോ ചിക്കനും 2.5 കിലോ കൊള്ളിയാണ് കേട്ടോ എടുത്തേക്കണത്. അതിൽ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് കൂടുന്നു വിചാരിച്ചിട്ട്. പിന്നെ ഒരു കഷ്ണം കൊള്ളി മസാലക്കറി ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം കൊള്ളി അമ്മ അങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട് എപ്പോഴും. ഞാനത് ഇതൊക്കെ കൊത്തി നുറുക്കി റെഡിയാക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് അടുപ്പിൽ ഉരുളിയിലായിട്ട് ഉണ്ടാക്കണം. കുറച്ചധികം ക്വാണ്ടിറ്റിയുള്ളതുകൊണ്ട് ഉരുളിയിലാണ്. അല്ലെങ്കിലും ഈ പെരട്ട് സാധനങ്ങളൊക്കെ കൂടുതലും അമ്മ ഉണ്ടാക്കണം ഉരുളിയിൽ തന്നെയാണ് കേട്ടോ, അടുപ്പിൽ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള, പച്ചമുളക്, ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. വഴണ്ട് വന്നപ്പോൾ നമ്മൾ സാധാ ചിക്കൻ കറിയിൽ ഇടുന്ന മസാലകളെല്ലാം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ മൂച്ചിൽ പച്ചച്ചോയൊക്കെ ഒന്ന് മാറണ വരെ ഇളക്കിയിട്ട് പച്ചച്ചോയൊക്കെ ഒന്ന് മാറുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ട് നല്ലോണം വഴണ്ടിട്ട് നല്ല വഴണ്ട് വരണം. പകുതി വയവ് മാത്രമായിട്ടുള്ള ചിക്കൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ചിക്കൻ തട്ടി കൊടുക്കുക. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഓർമ്മയില്ലാണ്ട് അമ്മ പകുതി ചിക്കൻ ഇട്ടു. അപ്പോൾ ഞാൻ നിർത്തമ്മ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ബാക്കി ഇടുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ചിക്കൻ കുറച്ച് വലിയ കഷ്ണമായി തോന്നി, പക്ഷെ വെന്ത് വന്നപ്പോൾ പാകമായിരുന്നു കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളം വേണം ഇത് വേവാനായിട്ട്. അപ്പോൾ അതേ നല്ല പോലെ അമ്മ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വെള്ളം ഒഴിച്ച് അതൊക്കെ കുറുകി വന്നപ്പോൾ പകുതി വേവായപ്പോഴാണ് പിന്നെ ഞങ്ങൾ കൊള്ളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലായിടത്തും കൊള്ളി കുക്കറിൽ വേവിച്ചിട്ട് ചിക്കൻ വേവുമ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പം അമ്മ പറഞ്ഞു അടുപ്പിലല്ലേ ഇങ്ങനെ ചെയ്താലും മതി, പെട്ടെന്ന് വേവുന്നു. പക്ഷെ പെട്ടെന്ന് വേവില്ല, കുറച്ചധികം സമയം എടുത്തു. പിന്നെ ഞാൻ കൊള്ളി കുറച്ച് വലുതാക്കിയിട്ട് മുറുക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണം വേവാൻ കുറച്ച് സമയം വന്നു. സമയമായാലും എന്താ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുറുകി നല്ല വെന്ത് പരിവായിട്ട് സാധനം വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ എന്താ അതിൻ്റെ രുചി എന്നുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് രുചി നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ഉണ്ടാക്കാത്തവരുണ്ട് വെച്ചെങ്കിൽ ഉണ്ടാക്കി നോക്കും. നമുക്ക് ഭയങ്കര എളുപ്പമല്ലേ, അടുപ്പുമ്പോൾ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ലല്ലോ, കുക്കറിലും ഗ്യാസുമ്മലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് പരിപാടി തീരും. നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കുമ്പോൾ പിന്നെ എപ്പോഴും ഇലയിലിട്ടിട്ടാണ് കഴിക്കാറ്. ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇലയിൽ കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ഇഷ്ടപ്പെട്ടുള്ളവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കി എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്